അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പുതിയ ടെക്നോളജി കാണാൻ എത്തുന്നവരുടെ എണ്ണം ഏറുന്നു. MES അസ്മാബി കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾ നിർമ്മാണ രീതി മനസ്സിലാക്കി പഠന റിപ്പോർട്ട് തയ്യാറാക്കി. നിർമ്മാണത്തിന്റെ 65% പ്രവൃത്തികളും പൂർത്തീകരിച്ചുവെന്നാണ് വിലയിരുത്തൽ. പ്രദേശത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണ രീതി കാണാനും മനസ്സിലാക്കാനും ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം MES അസ്മാബി കോളേജ് 2ാം വർഷം BA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥി സംഘങ്ങളും പാലത്തിന്റെ നിർമ്മാണ രീതി മനസ്സിലാക്കാൻ എത്തിയിരുന്നു. അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളും പൈലിംഗ് നടക്കുന്ന മുനമ്പം ഭാഗവും വിദ്യാർത്ഥികൾ സന്ദർശിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കി. കേരളത്തിൽ ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിങ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും. നിലവിൽ ആകെയുള്ള 205 പൈലുകളിൽ 202 എണ്ണം പൂർത്തിയായി. പൈൽ ക്യാപ്പ് 38 എണ്ണത്തിൽ 31 എണ്ണവും പിയർ 61 എണ്ണത്തിൽ 39 എണ്ണവും കൂടാതെ അഴീക്കോട് ഭാഗത്ത് 103 മീറ്റർ നീളത്തിൽ ബിമ്മും സ്ലാബും പൂർത്തിയായിട്ടുണ്ട്. സെഗ്മെന്റ് 216 എണ്ണത്തിൽ 77 എണ്ണം പൂർത്തിയായി. അഴീക്കോട് ഭാഗത്ത് 2 സ്പാൻ ബോക്സ് ഗർഡർ ഉയർത്തി ബലപ്പെടുത്തി. 3ാമത്തെ സ്പാൻ സെഗ്മെന്റുകൾ ഉയർത്തി സ്ട്രെസ് ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതുവരെ പാലം നിർമ്മാണത്തിന്റെ ആകെ 65% പ്രവൃത്തികളും പൂർത്തീകരിച്ചെന്നും സ്ഥലം സന്ദർശിച്ച വിദ്യാർത്ഥി സംഘങ്ങളെ റിപ്പോർട്ടിൽ പറയുന്നു. സംഘത്തിൽ നൌഷിദ CM, അനയ കൃഷ്ണ, അഞ്ജിത, ആലിയ, ഹബീബ ഫാത്തിമ, റൈഹാന എന്നിവരാണ് കോളേജ് പ്രിൻസിപ്പൽ സാനന്ദ് സദാനന്ദന്റെ അനുമതിയോടെ അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ പ്രവൃത്തികൾ സന്ദർശിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.